ലഹരി മാഫിയ ഇങ്ങനെ ഒരു ഭാഗത്ത് പിടിമുറുക്കുന്നുണ്ട്. പോലീസിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുക. ഇപ്പോക്ക് പോയാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഡി അഡിക്ഷൻ സെന്ററുകൾ കൊണ്ട് നിറയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ലഹരി മാഫിയയുടെ പിടിയിൽ അമരുകയാണ് കേരളം. വെറുതെ പറയുന്നതല്ല, കേരള പോലീസിന്റെ കണക്കുകൾ അധികരിച്ച് പറയുന്നതാണ്. ഈ വർഷം ജനുവരിയിൽ മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 1999 ലഹരി കേസുകളാണ്. 2024 രജിസ്റ്റർ ചെയ്തത് 27,530 കേസുകൾ. 2016 മുതലുള്ള കേസുകൾ എടുത്ത് പരിശോധിക്കാം. ആ വർഷം രജിസ്റ്റർ ചെയ്തത് 5,924 കേസുകൾ. 2017 ഇത് 9,244 വർദ്ധിച്ചു. 2018 8,724 കുറഞ്ഞു. 2019 വീണ്ടും വർധന 9,245. കോവിഡ് മഹാമാരി വന്ന 2020 ലോക്ക്ഡൌണും പരിശോധനയും കർശനമായി. ആ സമയത്ത് ലഹരി കേസുകൾ ഗണ്യമായി കുറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത വർഷം 2021 5,695 കേസുകളായി വർദ്ധിച്ചു. ഇനിയാണ് കേരളം ഞെട്ടുന്ന കണക്ക്. (2022) രജിസ്റ്റർ ചെയ്തത് 26,619 കേസുകളാണ്. തൊട്ടടുത്ത വർഷം ഇത് 30,697 കർശന പരിശോധനയും നിയമം കൃത്യമായി നടപ്പാക്കുന്നതും കൊണ്ടാണ് ഇത്രയും കേസുകൾ ഉണ്ടാകുന്നതെന്ന് സർക്കാരിന് വാദിക്കാം. പക്ഷേ അതല്ല സ്ഥിതി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തകൃതിയാണ് കേരളത്തിൽ. യുവതലമുറയ്ക്ക് ലഹരിയോട് ആഭിമുഖ്യം കൂടി വരുന്നതായി എക്സൈസ് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. ലഹരിയോടുള്ള ആകർഷണം കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും ഏറി വരുന്നു എന്നതൊരു പ്രശ്നമാണ്. സർക്കാരിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ സർക്കാർ ഒറ്റയ്ക്ക് മാത്രം നേരിടേണ്ടതെന്നല്ല, സാമൂഹിക വിപത്തിനെ സമൂഹമാകെയാണ് നേരിടേണ്ടത്. നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ പൊതുവായ മാനസികാരോഗ്യം, പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും മാനസികാരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച വിദഗ്ധമായ ആഴത്തിലുള്ള വിശകലനവും പഠനവും ഗവേഷണവുമൊക്കെ ഇന്ന് ആവശ്യമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട്, വിമുക്തി, സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ലഹരിക്കെതിരെ സർക്കാർ ഇടപെടലുകൾ നിരവധിയാണ്. പക്ഷേ കേരളത്തിൽ ദിനേന പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ ഇതെല്ലാം തൊലിപ്പുറത്ത് നടത്തുന്ന ചികിത്സയായി വേണം വിലയിരുത്താൻ. ലഹരിക്കെതിരെ ബോർഡ് സ്ഥാപിച്ചതുകൊണ്ടോ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയതുകൊണ്ടോ കേരളത്തെ കാർന്നു തിന്നുന്ന ഈ ക്യാൻസറിനെ നശിപ്പിക്കാനാകില്ല. വേണ്ടത് ലഹരി മാഫിയയുടെ അടിവേരറുക്കലാണ്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ.